ത്തേക്ക് ഒരു ആള് ഒരു സെക്ഷൽ ഇഷ്യൂ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് നോക്കുന്ന സമയത്ത് എത്രത്തോളം അത് ഫിസിക്കൽ പ്രോബ്ലം കൊണ്ട്, അതായത് ഫിസിക്കലി ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഉണ്ട്, എത്രത്തോളം അത് ഇമോഷണലി റൂട്ടഡാണ്. യാ സോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഡയബറ്റിസ്, വേറെ ഇപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലംസ്, അല്ല ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ കാരണം നമുക്ക് ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രായം കൂടുമ്പോൾ ഓക്കെ, പിന്നെ നമ്മൾ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാരണം ഉറക്കമൊന്നും ശരിയാകാതെ ഹോർമോണൽ വേരിയേഷൻസ് വരെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. സബ്സ്റ്റൻസ് യൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ആൾക്കാർക്കെല്ലാം പറയാം, സ്മോക്ക് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും, ക്യാൻസർ വരും. നോബഡി ഗെസ്, ബട്ട് ആക്ച്വലി സെക്ഷൽ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. പിന്നെ കൂടുതലും ഡിസയറിൻ്റെ ഒരു പ്രോബ്ലം വരുമ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇഷ്യൂ കാണാറുണ്ട്. ഇപ്പോൾ ഇറക്ഷൻ്റെ പ്രോബ്ലംസിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു മെൻ്റലി കണക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ വല്ലപ്പോഴും ഫെയിലിയറായി, നമുക്ക് ഈ തോറ്റ പരീക്ഷ വീണ്ടും വീണ്ടും എഴുതാനുള്ള ധൈര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി ചെയ്താൽ ശരിയാവില്ല, ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത് മറ്റേ ആൾ ഭയങ്കരമായിട്ടും അറൗസ്ഡായി എന്നിട്ട് ഫെയിലിയർ ആയാലും ഞാൻ അത് വേണ്ട, അപ്പോൾ അവോയ്ഡ് ചെയ്യും. ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ആയി നമ്മുടെ അടുത്ത് വന്നിട്ട് സെക്ഷൽ പ്രോബ്ലം പറയും. ചോദിച്ചു ചെല്ലുമ്പോൾ ഇവർ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പുറത്തോട്ട് വരും, അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് പുറത്തോട്ട് വരും. അപ്പോൾ മറ്റേ ആൾ ആങ്ഷ്യസ് ആണെങ്കിൽ ആൾക്ക് ചെയ്യണം എന്ന് പറയും. കാര്യം ആൾക്ക് പേടിയായി, ആൾ ചെയ്യാതിരുന്നിട്ട് ഈ റിലേഷൻഷിപ്പ് പോവാണോ, എന്നിട്ടിട്ട് പോവാണോ. അപ്പോൾ ഒരു റിജക്ഷൻ ഫീലിംഗ് ഉണ്ടല്ലോ, എന്നെ കണ്ടിട്ട് കൊള്ളാത്തതുകൊണ്ടാണോ, വേറെ ആൾക്കാരോട് ഇഷ്ടമുണ്ടോ. ഇതിനിടയ്ക്കായിരിക്കും അവർ ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ, വല്ല ഫോണിൽ ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അത് കാണുകയോ ചെയ്യാം. പിന്നെ കമ്പാരിസണായി, ഫോൺ ചെക്കിംഗ് ആയി, വഴക്കായി, അങ്ങനെ വരുമ്പോൾ നമ്മുടെ അടുത്ത് എത്തും. ഈ സ്റ്റാൻഡേർഡ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഈക്വൽ ആണല്ലോ ഇന്നത്തെ കാലത്ത്, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ ഈക്വലായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടി കുറേ ഇന്നർ ഡീമൻസിനെ വഴക്കിടണം, ഫൈറ്റ് ചെയ്യണം, വീട്ടുകാരെ ഫൈറ്റ് ചെയ്യണം, നാട്ടുകാരെ ഫൈറ്റ് ചെയ്യണം. നമുക്ക് ഈ മെയിൽ പ്രിവിലേജ് ഇല്ലാത്തത് കാരണം അവർ ഇതിലെത്താൻ വേണ്ടി കുറച്ച് ഓട്ടം കൂടുതൽ ഓടണമല്ലോ. അത് മറ്റേ മീംസിലൊക്കെ കാണിക്കുന്ന പോലെ പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് മാരത്തൺ ഓടുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഇവർ ഈ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ ആ ലെവലിൽ എത്തുന്നില്ല കുറേ ആണുങ്ങൾ. അവർ ഭയങ്കര ലേഡ് ബാക്ക് ആയിട്ട് അത് മദറിങ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ആ ഒരു പ്രോബ്ലംസ് കാരണം ഇഷ്യൂസ് ഉണ്ടായിട്ട് സ്ത്രീകളും വരും. അല്ലെങ്കിൽ മറ്റേ ആൾ പറയണത് എന്താന്ന് അടുത്ത ചോദ്യമൊന്നുമില്ല, ഡിഫെൻസീവായി, പിന്നെ അങ്ങോട്ട് വഴക്കായി, ഇല്ല അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇത് ചിലപ്പോൾ എനിക്ക് തോന്നും നല്ല ഗേൾസ് ഫ്രണ്ട്സായിട്ടും നല്ല മെയിൽസ് ഫ്രണ്ട്സായിട്ടും വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും ജെൻഡർ വേണം. അപ്പോൾ അത് നല്ല ഫ്രണ്ട്സ് വേണം. എല്ലാവരും ഒരേ അന്തരം നയിക്കുന്ന പോലെയല്ല, പക്ഷേ കുറച്ചുകൂടെ അവെയർനെസ് കിട്ടാൻ. ഇപ്പോൾ കുറേ സ്ത്രീകളുമായിട്ട് ഫ്രണ്ട്സായിട്ടുള്ള ആണുങ്ങളുണ്ടാവുമല്ലോ, അവർ നമ്മൾ കൂട്ടത്തിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, അവർ നല്ലതായിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യണുണ്ടായിരിക്കും. പക്ഷെ ആ പയ്യനെ പോലെ അല്ലാത്ത വേറെ ആൺകുട്ടികളുണ്ടാവും, ചിലപ്പോൾ ഇവരായിട്ട് കണക്ഷൻ കിട്ടാത്തത്. അവർ ഈ പയ്യനെ കുറ്റം പറയും, നീ ഇങ്ങനെ ഫ്ലേർട്ടി കോഴിയായിട്ട് നടന്നോ എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം നമ്മൾ പറയില്ലേ പൂക്കീസിനാണ് ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത്. അവർ ഇമോഷൻസ് കാണിക്കും, അവർ കരയും, അവർ എല്ലാം ചെയ്യും.